ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കണം. ഒരു ലൈക്കും ഒരു ഹൈപ്പൊക്കെ തന്നിട്ട് പോകാൻ മറക്കരുത്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ. അപ്പൊ ഞാൻ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാണ് കേട്ടോ. അങ്ങനെ ഗംഗാധര മേനോൻ എത്തിയിരിക്കുകയാണ് നമ്മുടെ ശിവശങ്കര മേനോന് കാര്യങ്ങളൊക്കെ തുറന്നു പറയാനായിട്ട്. അപ്പൊ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് കുറെ ചരിത്രങ്ങളുണ്ടേ. നമ്മുടെ സ്റ്റാൻലിയും വൈജയും സ്നേഹിച്ചിരുന്ന സമയത്തും ആ കുഞ്ഞുണ്ടായ സമയത്തൊക്കെ കുറെ കള്ളങ്ങളൊക്കെ പറഞ്ഞാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ രണ്ടുപേരെയും വേർപെടുത്തിയത്. അപ്പൊ കുറെ ചരിത്രങ്ങൾ പുറത്തു വരാനുണ്ട്. അതിപ്പോ മണ്ണ് മൂടി കുഴിച്ചിട്ടേക്കാണ്. ആ സാധനമാണ് മാന്തി എടുത്തുകൊണ്ട് നമ്മുടെ ബാലചന്ദ്രൻ വരാനിരിക്കുന്നത്. അപ്പൊ അത് ഭയങ്കരമായിട്ടൊരു പേടി തന്നെയാണ് ഈ പറയുന്ന നമ്മുടെ ഗംഗാധര മേനോന്. ബാലചന്ദ്രൻ ചെയ്യുന്നു പറഞ്ഞാൽ ചെയ്യും. ബാലചന്ദ്രന്റെ ഓരോ വാക്കുകളും അത്രയ്ക്ക് മൂർച്ച ഉള്ളതാണ്. മനസ്സിനെ കുത്തി കുത്തി വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന നമ്മുടെ ഗംഗാധര മേനോനെ. അപ്പൊ ഗംഗാധര മേനോനെ കൂടുതൽ ഇത് എഫക്ട് ചെയ്യുന്നത്. കാരണം ഗംഗാധരന്റെ അടുത്താണ് കൂടുതലും നമ്മുടെ ബാലചന്ദ്രൻ ചെന്ന് ഓരോ കാര്യങ്ങൾ പറയുന്നത്. അതിന്റെ കാരണം വേറൊന്നുമല്ല, നമ്മുടെ ഗംഗാധരന്റെ അടുത്തായിരുന്നല്ലോ വൈജ ആഗ്രയില് നിന്നിരുന്നത്. അപ്പൊ കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നത് ഗംഗാധരന് തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഗംഗാധര മേനോന്റെ അടുത്ത് കൂടുതൽ ഫോക്കസ് ചെയ്ത് നമ്മുടെ ബാലചന്ദ്രൻ നിൽക്കുന്നത്. അങ്ങനെ ബാലചന്ദ്രനല്ല ഗംഗാധര മേനോൻ വന്നു നമ്മുടെ ശിവശങ്കര മേനോനെ കാണാനായിട്ട്. അർജന്റായിട്ട് കുറച്ച് കാര്യം പറയാനുണ്ട്. സീരിയസ് മാറ്ററാണ്, ഫോണിൽ കൂടെ പറയാനുള്ളതല്ല, നേരിട്ട് തന്നെ പറയാനുള്ളതായിരുന്നു എന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ അങ്ങ് പറയാണ്. അപ്പം കാര്യം പറയാൻ മനുവിന്റെ മുമ്പിൽ വെച്ച് പറയാൻ ഇവർക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം മനുവിന് ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. ഈ പറയുന്ന വൈജയും സ്റ്റാൻലിനെ കുറിച്ച് അറിയില്ല. വൈജയും അലീനയും തമ്മിലുള്ള ബന്ധം എന്താണെന്നും നമ്മുടെ അലീന വൈജയുടെ മകളാണെന്നൊക്കെ അറിയാം. എങ്കിൽ പോലും കുറെ ഇതൊന്നും അല്ല, കുറെ ചരിത്രങ്ങളുണ്ട് ഇതില്, കുറെ കാര്യങ്ങളുണ്ട് ഇതില് മറിഞ്ഞു കിടപ്പുണ്ട്. അപ്പൊ ആ സംഭവങ്ങളൊക്കെ നമ്മുടെ മനുവിന് അറിയത്തില്ലാത്തത് കൊണ്ട് തന്നെ കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നേരെ ശിവശങ്കര മേനോനെയും കൂട്ടിക്കൊണ്ട് പോയിട്ട് ശിവശങ്കര മേനോനോട് പറയുകയാണ്, നമ്മൾ ഇനി സൂക്ഷിക്കേണ്ട ടൈം ആയി കഴിഞ്ഞു. ഇനി ഇങ്ങനെ പോയാൽ ശരിയാവില്ല ടാ. ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാധിക്കാൻ പോകുന്നത് നമ്മുടെ പെങ്ങളെ മാത്രമല്ല നമ്മളെയും കൂടെ ആയിരിക്കും. നമ്മൾ കുഴിച്ചിട്ട കുറേ അവശിഷ്ടങ്ങളുണ്ട്, അതെല്ലാം കൂടെ വെളിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ പണിയാകുന്നു പറഞ്ഞപ്പോഴത്തേക്കും എന്റെ പൊന്നു ഗംഗേട്ടൻ എന്താ ഈ പറയുന്നത്? വ്യക്തമായിട്ട് പറഞ്ഞാൽ ബാലചന്ദ്രൻ പഴയ ചരിത്രങ്ങളെല്ലാം ചകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ഉടനെ തന്നെ പുറത്തു വന്നാല് ശിവ നീ ഓർത്തു നോക്ക്, നമ്മൾ ഏതവസ്ഥയിലായിരിക്കും. ഈ പറയുന്ന വൈജയുടെ മുമ്പിൽ വരെ നമ്മൾ വെറും സീറോ ആയി പോകും. വൈജയുടെ മുമ്പിൽ സീറോ ആകുന്നത് പോട്ടെ, ആ സ്റ്റാൻലി ഇല്ലേ, വൈജയുടെ മുൻ കാമുകൻ, അലീനയുടെ അച്ഛൻ സ്റ്റാൻലി, അവൻ അലീന ജീവിച്ചിരിപ്പുണ്ടെന്നറിഞ്ഞാൽ വൈജ എവിടെ എന്ന് അന്വേഷിക്കില്ലേ? അന്വേഷിച്ച് വൈജയെ തിരക്കി വരില്ലേ? പിന്നെ നമ്മള് വൈജയിൽ നിന്നും മറച്ചു വെച്ച പല കാര്യങ്ങളുണ്ട്. അത് സ്റ്റാൻലിയുമായിട്ട് നമുക്ക് ബന്ധമുള്ള പല കാര്യങ്ങളും ഉണ്ട്. അപ്പം ആ സംഭവം എല്ലാം പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക? ആകെ മൊത്തം തകർന്ന് തരിപ്പണമായി പോകും. അതിനു മുമ്പ് തന്നെ എങ്ങനെയെങ്കിലും വൈജയനെ തളയ്ക്കണം. അവളെ തളയ്ക്കാനുള്ള ഒരു മരുന്ന്, ഒരു ഡോസ് ഇട്ട് കൊടുത്തില്ലെങ്കിൽ അലീന ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അലീന ഇവിടെ നിൽക്കുവാണെങ്കിൽ ബാലചന്ദ്രൻ അലീനയെ കൊണ്ടാക്കാൻ സ്റ്റാൻഡിന്റെ അടുത്തേക്ക് പോകത്തില്ല. പക്ഷേ വൈജ സമ്മതിക്കണം അലീന ഇവിടെ നിൽക്കണമെങ്കിൽ വൈജ സമ്മതിക്കുക തന്നെ വേണം. അപ്പൊ പിന്നെ വൈജയെ കൊണ്ട് സമ്മതിപ്പിക്കുക, വൈജയെ കൊണ്ട് കാര്യങ്ങൾ സമ്മതിച്ച് വൈജയനെ തളയ്ക്കാതെ ഇതിൽ നിന്നും വേറെ ഒരു പരിഹാരവും ഇല്ല ഇതിന്. ഇനിയിപ്പൊ സ്റ്റാൻലിനെ പോയി കാണലും സ്റ്റാൻലിനെ ഇങ്ങോട്ട് കൊണ്ടുവരലും അതൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളും തലവേദനകളും ഇനിയിപ്പൊ പല സംഭവങ്ങള് ഊരിത്തിരിഞ്ഞു വരും. അപ്പൊ അതുകൊണ്ട് അതെല്ലാം മറയ്ക്കാനായിട്ട് സ്റ്റാൻലിയെ കാണാതിരിക്കണം. സ്റ്റാൻലിയെ കാണാൻ വേണ്ടി പോയിട്ടുണ്ട് അവൻ എൻ്റെ അടുത്ത് വന്ന അഡ്രസ്സ് മേടിച്ചുകൊണ്ടാണ് സ്റ്റാൻലിയെ കാണാനായിട്ട് പോയത്. അത് എങ്ങനെയെങ്കിലും തടയണം, അത് ഇല്ലാതാക്കണമെങ്കിൽ വൈജ തന്നെ വിചാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചു, കെങ്ങേട്ടന് എന്തിനാ ഇപ്പം സ്റ്റാൻലിയുടെ നമ്പറൊക്കെ കൊടുത്തത്? അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? കെങ്ങേട്ടന് സ്റ്റാൻലിയുടെ നമ്പർ കൊടുക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പിന്നെ വൈജയോട് അവൻ നേരിട്ട് വന്ന് നമ്പർ മേടിക്കുന്നു പറയുമ്പോ പിന്നെ ഞാൻ നമ്പർ കൊടുക്കാതെ സ്റ്റാൻലിയുടെ നമ്പർ താന്ന് വൈജയോട് ബാലചന്ദ്രൻ പറയേണ്ട അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ ശിവ, നീ ഒന്ന് ഓർത്തു നോക്കിക്കേന്ന് പറയുമ്പോ എന്റെ പൊന്നോ, ഇത് എന്തൊരു കൂനുമേൽ കുരുവാ. ഇപ്പൊ ഞാൻ ഹരിയുടെ കാര്യത്തിന് പോയിട്ട് വന്ന് മടുത്തിരിക്കുകയാണ്. അപ്പൊ അതിന്റെ കൂടെയാണ് ഇനിയിപ്പം ഈ തലവേദനയും. സത്യം പറയാലോ ഗംഗേട്ട, നിന്ന നിപ്പിനങ്ങ് ഒരു ഇട്ട് വെട്ടി അങ്ങ് വീണ മതി എന്ന് തോന്നിപ്പോവും. അത്ര മാത്രം ഞാൻ അനുഭവിക്കുന്നുണ്ട്.
അത്ര മാത്രം ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക ഇവിടെ കിടന്ന് കമല. അതിന്റെ കൂടെ ഹരിനെ കണ്ടിട്ട് എന്റെ ചങ്ക് പൊട്ടി ഞാനിപ്പോ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഒരു മകനെ രക്ഷിക്കാൻ കഴിയാത്ത ഒരു അച്ഛൻ എന്ന ആ ഒരു ഇതുണ്ടല്ലോ, അത് എന്റെ മനസ്സിൽ നിന്ന് അങ്ങ് പോകുന്നില്ല. അതെനിക്കൊരു മൈനസ് ആയിട്ട് തന്നെ കിടക്കുക. അവന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പം അവൻ ഓരോ ദിവസവും ഞാൻ ചെല്ലുമ്പോൾ എന്താ എന്നെ രക്ഷിക്കാത്തത്, ഞാൻ മാത്രം എന്താ ഇവിടെ കിടക്കുന്നത് എന്ന് അവൻ ചിന്തിക്കുന്നില്ലേ? എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവന്റെ ജന്മം കൊടുത്ത ഒരു അച്ഛനല്ലേ. അപ്പം എന്റെ ഒരു അവസ്ഥയൊന്ന് ഓർത്തു നോക്കാൻ പറയുമ്പം അതൊക്കെ ശരിയാണ്. പിന്നെ ഹരിയുടെ കാര്യത്തിൽ കൂടുതൽ എന്നോട് പറയരുത്, അവനായിട്ട് തന്നെ വരുത്തി വെച്ചതാണ് അതെല്ലാം. അതുകൊണ്ട് അവന് ദൈവം ഒരു ശിക്ഷ അല്ലെങ്കിൽ ഒരു പീരീഡ് കൊടുത്തിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ടേ അവൻ പുറത്തിറങ്ങത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ശിവ, നീ അതിനെക്കുറിച്ച് പറയാതെ. ഇപ്പൊ എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നുമല്ല, നമ്മൾ രണ്ടുപേരും കൂടെ വൈജയെ കൊണ്ട് എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ച് വൈജയെ നെടുമ്പുരയ്ക്കലിൽ കൊണ്ട് താമസിപ്പിക്കണം. നെടുമ്പുരയ്ക്കലിൽ വൈജയെ കൊണ്ട് നിർത്തണം, ഒപ്പം തന്നെ നിർത്തണം. അവര് തമ്മിലുള്ള പ്രശ്നം അവസാനിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ടി വരില്ല. അവരുടെ കുടുംബം അങ്ങനെ എങ്ങനെയും ഒക്കെ അങ്ങ് പൊക്കോളും. പക്ഷേ സ്റ്റാൻലിയുടെ അടുത്ത് ബാലചന്ദ്രൻ ചെന്ന് അലീനയുടെ കഥയെല്ലാം പറഞ്ഞു കഴിയുകയാണെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന വലിയൊരു ഭൂകമ്പം, അത് നമുക്ക് തടയാൻ വൈജയനെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. നമ്മൾ എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം എന്ന് പറയുമ്പോ, എന്റെ പൊന്ന് ഗംഗേട്ടാ, ആരെ കൊണ്ട് എന്തു വേണമെങ്കിലും നമുക്ക് സമ്മതിപ്പിക്കാം. പക്ഷെ വൈജയനെ കൊണ്ട് എന്തെങ്കിലും ഒന്ന് സമ്മതിച്ച് തരണമെങ്കിൽ തന്നെ അവളെ കൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതും ഇനി ഏത് രീതിയിൽ? അവളാണെങ്കിൽ ഇവിടെ ഇന്ന് അലീന പോണം, നാളെ അലീന പോണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടിരിക്കുന്ന അവളുടെ മുമ്പിൽ നമ്മൾ എന്ത് പറയും എന്ന് പറയുമ്പം സഖി കെട്ട് കഴിഞ്ഞ സത്യങ്ങളൊക്കെ തുറന്നു പറയണം. അല്ലാതെ പിന്നെ എന്താ ചെയ്യുന്നത്? നമുക്ക് ഒരു തലവേദനയല്ലേ ഇത് എന്ന് പറയുമ്പം, അല്ല ഗംഗേട്ട, അങ്ങനെ നമുക്ക് സത്യങ്ങൾ തുറന്നു പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ അത് പറ്റത്തില്ല, അതാണല്ലോ നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞിട്ട് ഇവര് നേരെ നമ്മുടെ വൈജയനെ കാണാൻ പോവുകയാണ്, റൂമിലേക്ക് പോവുകയാണ്. വൈജ റൂമിൽ ഇങ്ങനെ ഫോണിലൊക്കെ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം വൈജയ്ക്ക് കുറച്ച് അർജന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൈജയ്ക്ക് കുറെ പെൻഡിങ്സും കാര്യങ്ങളും കണക്കും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം റൂമിലേക്ക് കയറി വന്നപ്പോഴത്തേക്കും നിന്റെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞില്ലേ, നീ എന്ന് മുതലാ വർക്ക് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ഗംഗാധരൻ ചോദിക്കുമ്പോഴത്തേക്കും ഉടനെ തന്നെ പോകണം, ഒരു ഡ്രൈവറിനെ ഏർപ്പാടാക്കണം, പിന്നെ വണ്ടി ഇതുവരെ പണിതിറങ്ങിയില്ലല്ലോ ഗംഗേട്ട, അപ്പൊ ഉടനെ തന്നെ പോകണം, ഒരു തീരുമാനം ഉണ്ടായിട്ട് പോകാൻ ഓർത്തായിരുന്നു. ഇനി ഇപ്പൊ ഇവിടെ നിന്നതുകൊണ്ട് വലിയ പ്രയോജനവും തീരുമാനങ്ങളൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് ജോലിക്ക് ഉടനെ കയറിയേ പറ്റത്തുള്ളൂ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക്, നീ ജോലിക്ക് കയറുന്നതിന് മുമ്പ് നീ നിന്റെ ജീവിതം ആദ്യം ഒന്ന് സെറ്റ് ആക്ക് വൈജയ് എന്ന് പറയുമ്പോൾ, ജീവിതം എന്ത് സെറ്റാക്കാനാ? ഭർത്താവെന്ന് പറയുന്ന ഒരുത്തൻ വേറൊരു പെണ്ണിനെ കൊണ്ടുവന്ന് വീട്ടിൽ താമസിപ്പിച്ചിരിക്കുന്നു, അത് മോളുടെ പ്രായത്തിലുള്ള ഒരു പെണ്ണിനെ കൊണ്ട് താമസിപ്പിച്ചേക്കാൾ ഇനി എന്ത് ജീവിതത്തിൽ ഞാൻ പരിഹാരങ്ങൾ അല്ലെങ്കിൽ ഞാൻ എന്ത് തീരുമാനം എടുക്കാനാന്ന് നിങ്ങൾ പറ. ആ പെണ്ണാണെങ്കിൽ എന്റെ മക്കളെ എല്ലാം കൂടെ വളച്ച് കയ്യിലെടുത്ത് വെച്ചേക്കാണ്. അപ്പൊ പിന്നെ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി എനിക്കിപ്പം വേറെ ഒന്നും നോക്കാനില്ല, മക്കളോ ഭർത്താവോ ഇനിയിപ്പം നിങ്ങളോ ആരെയും എനിക്ക് നോക്കേണ്ട കാര്യമില്ല. ഈ പറയുന്ന എന്റെ ആങ്ങളമാര് വരെ ഇപ്പം ബാലചന്ദ്രന്റെ സൈഡാന്ന് എനിക്ക് അറിയാന്ന് പറയുമ്പം, അങ്ങനെ ബാലചന്ദ്രന്റെ സൈഡ് ഞങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ നീ ഒന്ന് ഓർത്തു നോക്കിയേ, ഞാന്, ശിവൻ, അതുപോലെ മനു, ഇപ്പൊ രോഹിത്, ബബിത, കൃഷ്ണ, ഇവരെല്ലാം ബാലചന്ദ്രന്റെ സൈഡ് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരർത്ഥം കാണില്ലേ? അത് നീ എന്താ ചിന്തിക്കാത്തെന്ന് പറയുമ്പോഴത്തേക്കും, അതിന് ഓരോ അർത്ഥവും ഇല്ല, അവൾ എല്ലാവരെയും മയക്കിയെടുക്കാൻ മിടുക്കിയാണല്ലോ, അത്രയും കഴിവൊന്നും എനിക്കില്ല, അവള് ഭയങ്കര മിടുക്കി എല്ലാവരെയും മയക്കിയെടുക്കാനായിട്ട്, എവിടെന്നോ ഒരുത്തി കയറി വന്നപ്പോ മുതൽ തുടങ്ങിയതാ. ഇനി എന്നിട്ട് നിങ്ങൾ പറഞ്ഞു വരുന്ന എന്താ? ഞാനും അവളും ഒരുമിച്ച് ആ വീട്ടിൽ കഴിയണമെന്നോ? ഒരിക്കലും എന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ലത്. അങ്ങനെ ഈ വൈജ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ അലീനയോടൊപ്പം കഴിയണമെങ്കിലേ ശവമായിട്ടായിരിക്കും കഴിയാൻ പോകുന്നത്. അന്ന് ഞാൻ ചാകും, അല്ലാതെ ഒരിക്കലും ഈ വൈജ അലീനയോടൊപ്പം അവിടെ താമസിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അതെ വൈജെ, നീ ഇപ്പൊ ഈ കാണിച്ചു കൂട്ടുന്നത് കൊണ്ട്, അലീന അവിടെ നിന്ന് ഇറക്കി വിടുന്നത് കൊണ്ട് ഉണ്ടാകുന്ന സംഭവം അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന സാഹചര്യങ്ങൾ എന്താണെന്ന് നിനക്കറിയാമോ? അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞിട്ടുള്ള കുടുംബം വൈജ, നീ കെട്ടി പൊക്കിക്കൊണ്ട് വരുന്ന നിന്റെ കുടുംബം, നിന്റെ മക്കള്, നിന്റെ ഭർത്താവ്, ഇതെല്ലാം നിനക്ക് നഷ്ടമാവുക മാത്രമല്ല അതിന്റെ കൂടെ മാനനഷ്ടം കൂടെ നിനക്കുണ്ടാകും. അതിന്റെ കൂടെ മാനനഷ്ടവും പിന്നെ തകർന്ന് തരിപ്പണമായി പോകാൻ പോകുന്നത് കൈതയ്ക്കൽ തറവാടും അതുപോലെ തന്നെ നീയൊക്കെ. ഇത് ബാലചന്ദ്രൻ അല്ല അതിന്റെ നഷ്ടം വരാൻ പോകുന്നത്, നിനക്ക് തന്നെ ആയിരിക്കും. ഒരിക്കലും ബാലചന്ദ്രൻ അതിന്റെ നഷ്ടം വരില്ല, നിനക്കും നീ പ്രസവിച്ച മക്കൾക്കും അതുപോലെ നിന്റെ ഏട്ടന്മാരായ ഞങ്ങൾക്കുമൊക്കെ ആയിരിക്കും അതിന്റെ വലിയ നഷ്ടം വരാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട്, നിങ്ങൾക്ക് എന്ത് നഷ്ടവും വരാൻ പോകുന്നത്? നിങ്ങൾക്ക് ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല. നിങ്ങൾ വിവാഹം കഴിച്ചു, നിങ്ങൾ വേറെ കുടുംബമായിട്ടും മക്കളുമായിട്ട് ജീവിക്കുന്നു, പിന്നെ നിങ്ങൾക്ക് എന്ത് നഷ്ടമാണ് വരാൻ പോകുന്നത്?
എനിക്കും ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല. ഞാൻ അവിടെ ചെന്ന് താമസിച്ചാല്, അലീനയുടെ കൂടെ ജീവിച്ചാലാണ് എനിക്ക് നഷ്ടം വരാൻ പോകുന്നത്. അല്ലാതെ എനിക്ക് ഒരിക്കലും ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശിവശങ്കര മേനോൻ ഇത് കുറെ നേരം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ദേഷ്യം വന്നു. ഗംഗാധര മേനോൻ മാക്സിമം ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടാണ് ഈ പറയുന്ന വൈജയുടെ അടുത്ത് നിൽക്കുന്നത്. ശിവശങ്കര മേനോൻ പറഞ്ഞു, എന്റെ പൊന്നു വൈജയ്, ഗംഗേട്ടാ ഇവളോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഇവളുടെ പാട്ടിനങ്ങ് വിട്ടേരെ. ബാലചന്ദ്രൻ എന്തെങ്കിലും ചെന്ന് കാണിച്ചു കൂട്ടട്ടെ, എന്തെങ്കിലും ചെയ്യട്ടെ, അത് മതി. ഇവളുടെ കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാറാൻ പോകുന്നത് നമ്മളും കൂടി ആയിരിക്കും. ആ ബാലചന്ദ്രന്റെ മുമ്പിൽ തല കുനിക്കാൻ പോകുന്നത് നമ്മളും കൂടി ആയിരിക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വൈജയ്ക്ക് കലി വന്നു കേട്ടോ. വൈജ പറഞ്ഞു, ആരും എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണ്ട, ഞാൻ കാരണം ആരും നാറാൻ പോകുന്നില്ല, എന്റെ ജീവിതമാണ്, അത് ഞാൻ എന്താന്ന് വെച്ചാൽ ചെയ്തോളാം. അലീനയുമായിട്ടുള്ള ഒരു ബന്ധം തുടരാൻ എനിക്ക് താല്പര്യമില്ല. അത് നിങ്ങൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഞാൻ ഒരിക്കലും അലീനയുള്ള വീട്ടിലേക്ക് പോവില്ല. വേറെ എന്ത് കാര്യം ഉണ്ടെങ്കിലും പറ. ഇത്രയും കാര്യം പറയാനാണ് ഗംഗേട്ടൻ അവിടെ നിന്ന് ഇത്രയും വരെ വരുന്നതെങ്കിൽ അതിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു. എന്തിനാ വെറുതെ വന്നത്? ഇനി ഞാൻ നെടുമുറയിൽ വീട്ടിൽ പോകാൻ പോകുന്നില്ല. അങ്ങനെയാണ് അലീന പോണെന്ന്. ഏതായാലും വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് ഗംഗാധരനും നമ്മുടെ ശിവശങ്കര മേനോനും. ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയില്ല. അങ്ങനെ നമ്മുടെ ശിവശങ്കര മേനോൻ പറയുന്നുണ്ട്, ഇനിയിപ്പോ നമുക്ക് അലീനയെ കണ്ടൊന്ന് സംസാരിച്ച് നോക്കിയാലോ. അലീനയെ ചിലപ്പം കണ്ട് സംസാരിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവൾ ഇവിടെ നിൽക്കാൻ തയ്യാറായെങ്കിലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവളും ആത്മാഭിമാനമുള്ള ഈ പറയുന്ന നമ്മുടെ വൈജ ഉണ്ടല്ലോ, വാശിക്ക് വാശി, തലയ്ക്ക് തല, കാലിന് കാല് എന്ന് ഉള്ള ഒരാളുടെ മോള് തന്നെയാണല്ലോ ഈ അലീന. അപ്പൊ അതുകൊണ്ട് അവൾ ഒരിക്കലും നമ്മൾ പറയുന്നത് കേട്ട് ഇവിടെ നിൽക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അവള് പോവുക തന്നെ ചെയ്യും. ഒരു അഭിമാനമുള്ള പെങ്കൊച്ചും അങ്ങനെ നിൽക്കത്തില്ല. പ്രത്യേകിച്ച് അലീന വളർന്നു വന്ന സാഹചര്യവും അതൊക്കെയാണ്. നമുക്ക് അവളുടെ സ്വഭാവം അറിയാമല്ലോ. അവൾ ഒരിക്കലും പോകാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. പോകുന്നത് തന്നെയാണ് നമ്മുടെ ഗംഗാധരൻ പറയുന്നത്. അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഇനിയിപ്പോ അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കണ്ട എന്ന് പറയുമ്പോൾ ഇനിയിപ്പോ എന്താണ് ഇതിൽ നിന്നൊരു വഴി, എന്തെങ്കിലും ഒരു വഴി വെട്ടാൻ ഒരു മാർഗം വേണ്ടേ എന്ന് തന്നെയാണ്. ഏതായാലും ഇവരിപ്പോ വല്ലാത്ത പ്രതിസന്ധിയിലാട്ടോ ഉള്ളത്. ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമല ചോദിക്കുന്നുണ്ട് ശിവശങ്കര മേനോനോട്, വേറെ ഒന്നുമല്ല, നമ്മുടെ ഹരിയുടെ കാര്യം എന്തായി? നിങ്ങൾ നിങ്ങളുടെ പെങ്ങളുടെ കാര്യം നോക്കിക്കൊണ്ട് നടക്കുന്നതിന്റെ ഇടയിൽ ഞാൻ ചോദിക്കുക, ഹരിയുടെ കാര്യം എന്തായി? അവന് ജാമ്യം കിട്ടുമെന്ന് ചോദിക്കുമ്പം ഈ പ്രാവശ്യത്തെ ഹിയറിംഗിൽ അവന് ജാമ്യം കിട്ടിയിട്ടില്ല, ഇനിയിപ്പൊ അടുത്ത പ്രാവശ്യം നോക്കാന്നാന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് കഴിവുകെട്ടൊരു മനുഷ്യൻ അല്ലെങ്കിൽ കഴിവുകെട്ടൊരു അച്ഛനാന്ന് പറഞ്ഞപ്പോഴത്തേക്കും കമലയോട് മര്യാദയ്ക്ക് കയറി പൊക്കോണം, തലയ്ക്ക് മനുഷ്യന്റെ ചൂട് പിടിച്ചു നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ വന്ന് ചെലച്ചു കഴിഞ്ഞാലുണ്ടല്ലോ എന്ന് പറയുമ്പോ പിന്നെ ഞാൻ ചെലക്കുന്നതിനല്ലേ കുറ്റം, എന്റെ കൊച്ചിനെ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നിന്നോട് പോയി കാണാൻ പറഞ്ഞല്ലേ, നീ പോയി കാണാത്ത എന്റെ കുഴപ്പമാണോ? എന്റെ കൊച്ചിനെ ഞാൻ അങ്ങ് ജയിലിൽ പോയി കാണാനോ അവൻ അങ്ങനെ കിടക്കുന്നത് കാണാൻ എനിക്ക് പറ്റില്ല, അതെനിക്ക് താങ്ങില്ല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പോയി കാണാത്തത് എന്ന് പറയുമ്പോൾ എന്നാ പിന്നെ കണക്കായി പോയി, ഓരോന്നും ഉണ്ടാക്കി വെച്ചോളും, എന്നിട്ട് മനുഷ്യന് തലവേദന എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശിവശങ്കര മേനോൻ അങ്ങ് പോയി. ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അലീനയും അതുപോലെ തന്നെ ഇവരൊക്കെ കുറച്ച് കറങ്ങാനും എടുക്കാനൊക്കെ പോവുകയാണ്. പർച്ചേസും കാര്യങ്ങളും ബീച്ചിലൂടെയൊക്കെ ഓടിക്കളിച്ചൊക്കെ നടക്കുന്ന കുറച്ച് രംഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അതിനോടൊപ്പം തന്നെ ബാലചന്ദ്രനും ഗോവർദ്ധനും കൂടി നേരെ സ്റ്റാൻലിയെ തപ്പി പുനലൂരിലേക്ക് എത്തുകയാണ്. അപ്പൊ എല്ലാ കഥയും നമുക്ക് നാളെ രാവിലെ കേൾക്കാം കേട്ടോ. ഫുൾ വിശേഷമായിട്ട് രാവിലെ തന്നെ വരുന്നതായിരിക്കും, മിസ് ചെയ്ത് കളയരുത്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കണം കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കുക, നമുക്ക് പരിഹരിക്കാം. പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നമ്മൾ ആ ഒരു രീതിയിൽ മാത്രമേ എടുക്കത്തുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമന്റ്സ് ഒക്കെ, നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും നെഗറ്റീവ് പറയാനുണ്ടെങ്കിൽ കമന്റ്സിൽ ധൈര്യമായിട്ടിട്ടുള്ളൂ, നമ്മൾ ആ ഒരു രീതിയിൽ എടുക്കത്തുള്ളൂ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസമല്ല, ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. ടാറ്റ ബൈ ബൈ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.